ഓണത്തിനിതേ സമാപനം കുറിക്കാനായിട്ട് തിരക്കിട്ട ഒരുക്കത്തിലാണ് നമ്മുടെ തൃശൂർ നഗരി. മറ്റന്നാൾ നടക്കുന്ന പുലികളിക്കായിട്ട് പുലിമടകളിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. MS ലിഷോയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ലിഷോയ്, ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പോവാണല്ലേ കിട്ടില്ലം പുലികൾ, എങ്ങനെയായി ഒരുക്കങ്ങളൊക്കെ? തീർച്ചയായും ഒരുക്കങ്ങളാണ് കാണുന്നത്. തകർത്താടാനായി എല്ലാവരും തന്നെ ഇവിടെ ഒരുങ്ങി നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് സീതാറാം മിൽ ദേശത്താണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരുക്കങ്ങളുടെ ഭാഗമായി തന്നെ എല്ലാവരും തന്നെ ചുറ്റും കൂടിയിട്ടുണ്ട്. കൂടാതെ പുലിമുഖങ്ങളൊക്കെ വെച്ച് ഇത് ഒരു വെറുതെ ഒരു ഡെമോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പൊക്കെ കാണിക്കാൻ വേണ്ടി മാത്രം ഇവരിങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ ശരിക്കും അണിഞ്ഞൊരുങ്ങി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു വേഗവും താളവും ഒക്കെ തന്നെ എന്തായാലും കൈവരിക്കുക. വളരെയേറെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ഒരു പുലിക്കളിക്ക് വേണ്ടി. കാരണം മറ്റൊന്നുമല്ല, അതായത് തൃശ്ശൂരിലെ ഓണാഘോഷങ്ങളുടെ ഒരു പരിസമാപ്തി കുറിക്കുക പുലിക്കളിയോട് കൂടിയാണ്. പക്ഷേ അതിഗംഭീരമായുള്ള ഒരു പുലിക്കളി തന്നെയായിരിക്കും എല്ലാ ദേശങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അതൊരു വലിയ മത്സരമാണ്. വലിയ ചുവടുകളൊക്കെ വെച്ച് എല്ലാവരും തന്നെ ഒത്തുചേർന്നുകൊണ്ട് ഒരു ഒത്തൊരുമയുടെയും അതിനോടൊപ്പം തന്നെ വൈവിധ്യങ്ങളുടെയും ഒരു ആഘോഷം കൂടിയാണ് പുലിക്കളി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആഘോഷത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്താ ഇത്തവണത്തെ അതാണ് അതില് യാതൊരു വിധത്തിലും പ്രായമോ അതുപോലെ തന്നെ മറ്റേ ഒരു തരത്തിലുള്ള വേർതിരിവുകളോ ഒന്നും തന്നെ ഇല്ല. ഇത്തവണത്തെ പുലിക്കളിയൊക്കെ എന്തായി? ഉഷാറല്ലേ? എല്ലാവരും ഉഷാറല്ലേ? അപ്പൊ എന്താണ് ഇത്തവണ നമ്മള് എല്ലാ തവണയും സീതാറാം മിൽ ദേശം വലിയ വൈവിധ്യങ്ങളൊക്കെ പുറത്തിറക്കാറുണ്ട്. ഇത്തവണ അങ്ങനെയൊക്കെ കാത്തിരിക്കാല്ലേ? തീർച്ചയായും. കഴിഞ്ഞ 2 പ്രാവശ്യം നമ്മൾ വെറൈറ്റികളുടെ ഒരു ശൃംഖല തന്നെ പുറത്തിറക്കിയ ടീമാണ്. കഴിഞ്ഞ 2 പ്രാവശ്യം നിരവധി പ്രൈസുകൾ അടിച്ചെടുത്ത ടീമാണ്. ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെറൈറ്റികൾ പുറത്ത് പറയാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. എന്തായാലും സസ്പെൻസ്, തൃശ്ശൂർ നഗരത്തെ ഞെട്ടിക്കുന്ന സസ്പെൻസുമായി സീതാറാം മിൽ ദേശം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ ഈ പുലികളൊക്കെ സെറ്റായോ? എല്ലാവരും കൃത്യമായിട്ട് ഇപ്പൊ ചാക്കിട്ട് പിടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പം അത് സസ്പെൻസ് ഒന്നും പൊളിക്കാതെ മെയിൻ പുലികളൊന്നും രംഗത്തിറക്കാതെ എല്ലാവരും നിർത്താല്ലേ? പുലികളെല്ലാം റെഡിയാണ്. നമ്മുടെ വർക്കുകളൊക്കെ പുരോഗമിച്ചിരിക്കണു. പുലികൾ എന്ന് പറഞ്ഞാൽ ഗംഭീര പുലികളാണ് ഈ വർഷം. അതിഗംഭീര കുടവയർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ കാണാത്ത പോലത്തെ കുടവയർ ആൾക്കാരാണ് നമ്മളല്ലേ. അപ്പൊ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എന്തായാലും എല്ലാവരും. ആ ഒരു വയറൊക്കെ കുലുക്കി അതിൽ കൃത്യമായിട്ടുള്ള വരയാണ് ഏറ്റവും പ്രധാനം. ആ എനർജിയാണ് അവർക്കുള്ളത് എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും തിങ്കളാഴ്ച അല്ല ഉഗ്രൻ പുലികൾ ഇറങ്ങുമ്പോ ഈ കാഴ്ച കുറച്ചുകൂടി രസകരമാകും എന്നുള്ളത് ഉറപ്പാണ്. ഈ പ്രായഭേദമന്യത പ്രായമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ആ ഒരു എനർജി അത് വല്ലാത്തതാണല്ലേ? തീർച്ചയായും. അതായത് ഈ പുലികളിയുടെ എനർജി എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു തരി പോലും താഴാത്ത ഒരു എനർജിയാണ്. അതായത് അന്ന് തിങ്കളാഴ്ചയാണ് പുലിക്കളി. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ മുതൽ തന്നെ അങ്ങ് വൈബിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ പുലികളിയൊക്കെ കഴിഞ്ഞ് എല്ലാം സ്വരാജ് റൗണ്ടിൽ പോയി എല്ലാ സംഘങ്ങളും സ്വരാജ് റൗണ്ട് ചുറ്റിയതിന് ശേഷമാണ് ആ ഒരു താളത്തിന് കുറച്ചെങ്കിൽ ആ ഒരു സ്റ്റെപ്പുകൾക്കൊക്കെ കുറച്ചെങ്കിൽ ഒരു ചടുലത കുറയുകയുള്ളൂ. അതായത് അത്രത്തോളം ചടുലമായി തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ, അതായത് ഈ ഒരു പുലികളി കഴിയുന്ന വരെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് എല്ലാവരും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് തന്നെയാണ് പുലിക്കളിയുടെ ഒരു പ്രത്യേകത. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യാതൊരു വിധത്തിലും ഇതിൽ ഒരു വലിയ താളത്തിൻ്റെ അല്ല. അതെ, പക്ഷേ ഈ പുലിത്താളം എന്ന് പറയുന്നത് അതൊരു പ്രത്യേകത തന്നെയുണ്ട്. അതിനു വേണ്ടി വശമുള്ള ആളുകളുണ്ട്. അവർ തന്നെ വരണം. അല്ലാതെ എത്ര വലിയ മേളം അറിയാവുന്ന ആളുകൾ വന്നാലും ഈ പുലിത്താളത്തിൻ്റെ ഒരു കേൾക്കുമ്പോഴുള്ള ആ ഒരു ഇമ്പം അത് മറ്റൊന്നിനും തന്നെ കിട്ടില്ല. അതുപോലെ തന്നെ ഈ സ്റ്റെപ്പുകൾക്കൊരു പ്രത്യേകതയുണ്ട്. സ്റ്റെപ്പുകൾ കൃത്യമാണ്. അതായത് ഇതെന്താ ഇങ്ങനെ മാത്രം സ്റ്റെപ്പുകൾ വരാനായിട്ടുള്ളൊരു കാരണം? അത് കാരണം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ടൈപ്പ് സ്റ്റെപ്പാണ്. അതിൽ വലിയ കാരണമൊന്നും പറയാനില്ല. അതങ്ങനെ പഴയ കാലം തുടക്കകാലം മുതൽ തൊട്ട് ഇതന്നെ സ്റ്റെപ്പ്, ഇതിൽ മാറ്റമൊന്നുമില്ല. ഈ ഒരു ചെറിയൊരു സ്റ്റെപ്പ് ആണെങ്കിൽ പോലും അത് ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ കളിക്കാൻ. നമ്മൾ കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും വല്ലാണ്ട് തടിയന്മാർക്കൊക്കെ വല്ലാണ്ട് വിഷമമാണ് ശരിക്കും. കഥയ്ക്കും എന്നാലും അവര് ഉഷാറായിട്ട് കളിക്കും, നന്നായിട്ട് കളിക്കും. നമ്മുടെ മേളത്തിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഇത് വളരെ പതുക്കെ തുടങ്ങി അങ്ങ് കൊട്ടിക്കയറാണ്. അങ്ങനെ സ്പീഡിലായാലും നല്ലോണം കളിക്കും, അങ്ങോട്ട് ഉഷാറായിട്ട് അങ്ങോട്ട് കളിക്കും.
കളിക്കും. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു സുഖ അത് കാണാനും ജനങ്ങൾക്ക് മനസ്സിലൊരു എനർജി, ഒരു സുഖമാണത്. അതാണ് അതിൻ്റെ ഏറ്റവും പറ്റിയ. സ്ത്രീകളടക്കം ഇപ്പോൾ തുള്ളി ചാടി കളിക്കുന്നുണ്ടല്ലോ പുലിക്കളി, അപ്പോൾ അവരടക്കം ഇതിൽ താല്പര്യമുള്ളവരാ. പെൺപുലികളുണ്ട് എല്ലാ തവണയും പെൺപുലികൾ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായുണ്ട്, അതുപോലെ തന്നെ ഇത്തവണയും ഉണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അതിഗംഭീരമായ പുലികളിക്ക് വേണ്ടി. ഒരു ദേശത്തിൻ്റെ മാത്രമാണ് നമ്മൾ ആളുകളിപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് ദേശങ്ങളുണ്ട്, അവരൊക്കെ തന്നെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂർ കാത്തിരിക്കുകയാണ് തിങ്കളാഴ്ച ആകാനായി, പുലികളി കാണാനായി.